ഇവൻ നൽകിയത് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. വാസ്തവത്തിൽ പ്രവചന പഠനത്തിൽ അല്പമെങ്കിലും താല്പര്യമുള്ള എല്ലാവർക്കും ദാനിയേൽ പ്രവചന പഠനം ഒരർത്ഥത്തിൽ വളരെ ഇഷ്ടമാണ്. എനിക്ക് വാസ്തവത്തിൽ വളരെ ഇഷ്ടമാണ് ദാനിയേൽ പ്രവചനം. അതിൽ ഏറ്റവും ഇഷ്ടമുള്ള അധ്യായം 9-ാം അധ്യായമാണ് എന്ന് എനിക്ക് തോന്നുന്നത്, എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം ഈ 70 ആഴ്ചവട്ടം എന്നൊക്കെ പറയുന്നത് എപ്പോഴും ഒരു അല്പം പഠിക്കാൻ വളരെ സന്തോഷമുള്ളതായിരിക്കുന്ന വിഷയമാണ്. ബോബൻ ബ്രദർ പറഞ്ഞതുപോലെ ഇന്ന് നമ്മൾ എന്തായാലും തീർക്കത്തില്ല, അത് 100% ആണ്. കാര്യം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആ വിഷയത്തെക്കുറിച്ച് പഠിക്കാനുണ്ട്. അടുത്ത ആഴ്ച കൊണ്ട് ദൈവം അനുവദിച്ചാൽ ആ അധ്യായം തീർക്കണം എന്ന് ആഗ്രഹിക്കുന്നു. ഇന്ന് ആദ്യത്തെ 24 വാക്യങ്ങൾ ആണ് നമ്മൾ പഠിക്കാനായിട്ട് പ്രധാനമായിട്ട് ആഗ്രഹിക്കുന്നത്. അവസാനത്തെ 3 വാക്യങ്ങൾ ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച നമുക്ക് അല്പം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ദാനിയേൽ പ്രവചനം നമ്മൾ കഴിഞ്ഞ ആഴ്ച 8-ാം അധ്യായമാണല്ലോ തീർത്തതല്ലേ. ദാനിയേൽ പ്രവചനം അത് 9-ാം അധ്യായം 3-ാമത്തെ തന്റെ ദർശനമാണ്. 7-ാം അധ്യായം അത് 1-ാമത്തെ ദർശനം, 8-ാം അധ്യായം 2-ാമത്തേത്, 9-ാം അധ്യായം 3-ാമത്തേത്, 10-ഉം 11-ഉം 12-ഉം അധ്യായങ്ങൾ 4-ാമത്തെ ദർശനമാണ്. അങ്ങനെ ആകെ നമുക്ക് 4 ദർശനങ്ങളാണ് ഈ ദാനിയേൽ പ്രവചനത്തിൽ ദർശനങ്ങളായിട്ട് കാണാനായിട്ട് കഴിയുന്നത്. നമുക്കറിയാം 7-ാം അധ്യായത്തിൽ ഒന്നിലധികം ദർശനം ഒരു സ്വപ്നത്തിൽ തന്നെ ഉണ്ടായിരുന്നു, എങ്കിലും അത് നമ്മൾ 1-ാമത്തെ ദർശനമായിട്ടാണ് പരിഗണിക്കുന്നത്. നമുക്ക് 7-ഉം 8-ഉം അധ്യായങ്ങൾ നമ്മൾ നോക്കിയാൽ അത് 7-ഉം 8-ഉം അധ്യായങ്ങൾ ജാതികളുടെ ബന്ധത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ 9-ാം അധ്യായം അത് യഹൂദനുള്ള ബന്ധത്തിലാണ്. 9-ഉം 10-ഉം 11-ഉം 12-ഉം അത് യഹൂദനുള്ള ബന്ധത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 9-ാം അധ്യായത്തിൽ വാസ്തവത്തിൽ 9-ാം അധ്യായത്തിൽ 26-ാമത്തെ വാക്യത്തിൽ അതൊരു ബ്രാക്കറ്റ് പീരീഡ് ആണ്, സഭാ കാലയളവ്. പക്ഷേ സഭയെക്കുറിച്ച് പഴയ നിയമത്തിൽ യാതൊരു റെഫറൻസും ഇല്ല എന്ന് നമ്മൾ ഓർക്കണം. ആ കാലയളവിനെ കുറിച്ച് ഒരു ബ്രാക്കറ്റ് പീരീഡ് പോലെ നമുക്ക് കാണാൻ കഴിയുമെങ്കിലും വാസ്തവത്തിൽ സഭ എന്ന് പറയുന്ന വസ്തുത നമുക്ക് പഴയ നിയമത്തിൽ കാണുവാനായിട്ട് കഴിയത്തില്ല. 9-ാം അധ്യായത്തെ കുറിച്ച് സാധാരണഗതിയിൽ വേദപഠിതാക്കൾ വിചാരിക്കുന്നത് അത് ദാറ്റ് ഈസ് ദി കീ ചാപ്റ്റർ ഓർ കീ ടു അണ്ടർസ്റ്റാൻഡ് ദ പ്രോഫറ്റിക് സ്ക്രിപ്റ്റേഴ്സ്. താക്കോൽ ഭാഗമാണ്, അഥവാ ദ ബാക്ക് ബോൺ ഓഫ് സ്ക്രിപ്ചർ ഓഫ് പ്രോഫസി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ബാക്ക് ബോൺ ഓഫ് പ്രോഫസി എന്ന് വേണമെങ്കിൽ പറയാം. ഇച്ചിരി ഇങ്ങോട്ട് മാറ്റി വെക്കാം, ഇത് മുഖത്ത് കൊള്ളുന്ന പോലെ തോന്നുന്നത്. നമുക്ക് 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 1-ാമത്തെ വാക്യം. കൽദയ രാജ്യത്തിന് രാജാവായി തീർന്നവനും മേദ്യ സന്തതിയിലുള്ള അഹശ്വേരോസിന്റെ മകനുമായ ദാരിയോവേശിന്റെ 1-ാം ആണ്ടിൽ, അവന്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ തന്നെ ദാനിയേൽ എന്ന ഞാൻ യെരൂശലേമിന്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം കൊണ്ട് തീരും എന്നിങ്ങനെ യഹോവയുടെ അരുളപ്പാട് യിരെമ്യാ പ്രവാചകനുണ്ടായ പ്രകാരം ഒരു കാലസംഖ്യ പുസ്തകങ്ങളിൽ നിന്നും ഗ്രഹിച്ചു. മതി. ദാരിയാവേശ് രാജാവിന്റെ 1-ാം ആണ്ട്. നമ്മൾ എവിടെയാ ദാരിയാവേശ് രാജാവിന്റെ ദാനിയേൽ പ്രവചനത്തിൽ കാണുന്നത്? ഓർമ്മയുണ്ടോ? 5-ാം അധ്യായത്തിന്റെ ഏറ്റവും അവസാനത്തെ വാക്യമാണ് ദാരിയാവേശ് കാണുന്നത്. ബേൽഷസ്സർ രാജാവ്, അതായത് കൽദയ രാജാവ് ആ രാത്രിയിൽ കൊല്ലപ്പെട്ടു. മേനെ തെക്കേൽ ഉഫർസീൻ എന്ന് പറഞ്ഞതായിരിക്കും എഴുത്ത് കണ്ടു. കൽദയ രാജാവായിരിക്കും ബേൽഷസ്സർ ആ രാത്രിയിൽ കൊല്ലപ്പെട്ടു. അന്ന് ആ രാത്രിയിൽ അവിടെ മേദ്യനായ ദാരിയാവേശ് രാജ്യത്വം പ്രാപിച്ചു, 62 വയസ്സുള്ളവനായി എന്ന് നമ്മൾ 5-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. അത് ക്രിസ്തുവിന് 538 വർഷം മുമ്പാണ്. അന്ന് ദാനിയേലിന് ഏതാണ്ട് 84 വയസ്സ് ഉണ്ട് എന്ന് നമ്മൾ വിചാരിക്കുക. വാസ്തവത്തിൽ ദാനിയേൽ കാണുന്നതായിരിക്കും എല്ലാ പ്രവചനങ്ങളും എന്ന് വെച്ചാൽ 7-ാം അധ്യായം തുടങ്ങിയുള്ളതായിരിക്കും എല്ലാ പ്രവചനങ്ങളും താൻ വളരെ പ്രായമായിട്ട് കണ്ടത്.
ചെറുപ്പത്തിലെ അല്ല ദാനിയേല് തന്റെ പ്രവചനങ്ങൾ, തന്റെ വിഷൻസ് താൻ കാണുന്നത്, താൻ പ്രവചിക്കുന്നത് വാസ്തവത്തിൽ കുറച്ചുകൂടെ പ്രായമായിട്ടാണ് എന്ന് നമുക്കറിയാം. 7-ാം അധ്യായത്തിലാണ് ആദ്യത്തെ പ്രവചനം. പിന്നെ 8, പിന്നെ 9, പിന്നെ 10-ാം അധ്യായം ആവുമ്പോഴത്തേക്ക് കോരശ് രാജാവിന്റെ കാലഘട്ടം ആയിക്കഴിഞ്ഞു. 6-ാം അധ്യായത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. 6-ാം അധ്യായമാണ് മേദിനായ ദാര്യാവേശിന് 1-ാം വർഷം. അന്ന് സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താ ഓർമ്മയുണ്ടോ? 6-ാം അധ്യായത്തിലെ വിഷയം എന്തായിരുന്നു? 6-ാം അധ്യായത്തിൽ ദാനിയേലിനെ സിംഹക്കുഴി ഇടുന്നല്ലേ, സിംഹക്കുഴി ഇടുന്നത്. അപ്പം ആ സംഭവത്തോട് ഏതാണ്ട് അടുത്താണ് ഈ 9-ാം അധ്യായത്തിലെ പ്രവചനവും ദർശനവും താൻ കാണുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. കാര്യം മേദിനായ ദാര്യാവേശിന്റെ 1-ാം ആണ്ടിൽ, ആ വർഷം തന്നെയാണ് ഏതാണ്ട്, കാര്യം മേദിനായ ദാര്യാവേശ് ആകപ്പാടെ 2 വർഷമേ താൻ രാജ്യം ഭരിച്ചുള്ളൂ, 2 വർഷമേ ഭരിച്ചുള്ളൂ. അതിൽ ഏതാണ്ട് 1-ാമത്തെ വർഷമാണ് താൻ ദാനിയേലിനെ സിംഹക്കുഴി ഇടുന്നത് എന്ന് നമുക്ക് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് അതേ വർഷം തന്നെയാണ് ദാനിയേല് ഈ പ്രത്യേകമായിരിക്കുന്ന ദർശനവും കാണുന്നത്. നമ്മള് രണ്ടാം വാക്യം നമ്മളിപ്പോ വായിച്ചല്ലോ അല്ലെ? 2-ാം വാക്യത്തിൽ അവിടെ ദാനിയേൽ എന്ന ഞാൻ യെരൂശലേമിന്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം കൊണ്ട് തീരും എന്നിങ്ങനെ യഹോവയുടെ അരുളപ്പാട് യെരമ്യാ പ്രവാചകൻ ഉണ്ടായ പ്രകാരം ഒരു കാലസംഖ്യ പുസ്തകങ്ങൾ ഗ്രഹിച്ചു. വാസ്തവത്തിൽ യെരമ്യാ പ്രവാചകൻ ദാനിയേലിനെ കാട്ടിൽ അല്പം കൂടെ പ്രായമുള്ള മനുഷ്യനാണ്. ഏതാണ്ട് 24 വയസ്സ് എങ്കിലും ദാനിയേലിനെ കാട്ടിൽ പ്രായമുണ്ട് എന്നാണ് പൊതുവെ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം. താൻ ജീവിച്ചിരുന്നായിരിക്കുന്ന രാജാക്കന്മാരുടെ കാലഘട്ടമൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ദാനിയേലിനെ കാട്ടിൽ ഏതാണ്ട് 24 വയസ്സെങ്കിലും കൂടുതൽ യെരമ്യാവിനുണ്ടായിരിക്കും. യെരമ്യാവ് വാസ്തവത്തിൽ വളരെ ചെറുപ്പത്തിൽ എന്ന് വെച്ചാൽ 47 തുടങ്ങി 67 വയസ്സിനിടയിൽ താൻ മരിച്ചുപോയി എന്നാണ് കരുതുന്നത്. അങ്ങനെയെങ്കിൽ ദാനിയേലിന് ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ യെരമ്യാവ് മരിക്കുവാനായിട്ട് ഇടയായി. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം വാസ്തവം നമ്മൾ നോക്കിയാൽ പഴയ നിയമത്തിൽ യെരമ്യാ പ്രവാചകന്റെ പുസ്തകം വളരെ പ്രധാനപ്പെട്ട പുസ്തകമാണ്. ആ പുസ്തകം പ്രവാചകന്മാരെല്ലാവരും തന്നെ റെഫർ ചെയ്യുന്ന പുസ്തകമായിരുന്നു. പഴയ നിയമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്നാണ് വാസ്തവത്തിൽ യെരമ്യാ പ്രവാചകന്റെ പുസ്തകം. കാര്യം ദാനിയേൽ ഈ ബാബിലോൺ പ്രവാസത്തെ കുറിച്ചൊക്കെ യെരമ്യാ പ്രവാചകൻ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന്റെ ഒരു കോപ്പി, ആ പ്രവചനത്തിന്റെ ഒരു കോപ്പി ദാനിയേലിന് ലഭിക്കുവാനായിട്ട് ഇടയായി. അവിടെ നമ്മൾ 2-ാം വാക്യത്തിൽ കണ്ടു, അവിടെ എന്താ രേഖപ്പെടുത്തിയിരിക്കുന്നത്? യെരൂശലേമിന്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം കൊണ്ട് തീരും എന്നിങ്ങനെ യഹോവയുടെ അരുളപ്പാട് യെരമ്യാ പ്രവാചകനുണ്ടായ പ്രകാരം ഒരു കാലസംഖ്യ പുസ്തകം. അപ്പം യെരൂശലേമിന്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം കൊണ്ട് തീരും എന്നിങ്ങനെയാ. നമുക്ക് യെരമ്യാ പ്രവചനം 25-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം നോക്കാം. യെരമ്യാവ് 25-11. ഈ ദേശമൊക്കെയും ശൂന്യവും സ്തംഭനഹേതുവും ആകും. ഈ ജാതികൾ ബാബേൽ രാജാവിനെ 70 സംവത്സരം സേവിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇനി 29-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം കൂടെ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ബാബേലിലെ 70 സംവത്സരം കഴിഞ്ഞ ശേഷമേ ഞാൻ നിങ്ങളെ സന്ദർശിച്ച് ഈ ദേശത്തേക്ക് മടക്കി വരുത്തുമെന്ന് നിങ്ങളോടുള്ള എന്റെ വചനം ഞാൻ നിവർത്തിക്കുകയുള്ളൂ. അപ്പൊ ഇവിടെ വളരെ കൃത്യമായിട്ട് യെരമ്യാ പ്രവാചകനെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. 70 വർഷമാണ്, 70 സംവത്സരമാണ് ബാബേൽ രാജ്യത്ത് ഇവരുടെ പ്രവാസം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാനിടയായി. ഈ കാര്യം നമുക്ക് 2 ദിനവൃത്താന്തം 36-ാം അധ്യായത്തിലും ഇത് കാണാനായിട്ട് കഴിയും. 2 ദിനവൃത്താന്തം 36-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം. എന്നാൽ യിരെമ്യാ മുഖാന്തരം ഉണ്ടായ യഹോവയുടെ വചനം നിവൃത്തിയാകേണ്ടതിന് പാർസി രാജാവായ കോരസിന്റെ 1-ാം ആണ്ടിൽ യഹോവ പാർസി രാജാവായ കോരസിനെ മനസ്സുണർത്തി. 21 യെരമ്യാ മുഖാന്തരം ഉണ്ടായ യഹോവയുടെ വചനം നിവൃത്തിയാകേണ്ടതിന് ദേശം അതിന്റെ ശബ്ബത്തുകളെ അനുഭവിച്ച് കഴിയുവോളം തന്നെ 70 സംവത്സരം തികയുവോളം അത് ശൂന്യമായി കിടന്ന കാലമൊക്കെയും ശബത്ത് അനുഭവിച്ചു എന്ന് പറയാം. അപ്പം ബാബേലിലേക്ക് ഇവര് അടിമയായി പോയതായിരിക്കും 70 വർഷം എന്നുള്ളത് വാസ്തവത്തിൽ യെരമ്യാ പ്രവാചകൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വാസ്തവത്തിൽ ഈ പ്രവചനം, യെരമ്യാ പ്രവചനം വാസ്തവത്തിൽ വളരെ പ്രധാനപ്പെട്ട പ്രവചനം എന്ന കാര്യം നമുക്ക് ഈ ദിനവൃത്താന്ത പുസ്തകത്തിലും യെരമ്യാ മുഖാന്തരം ഉണ്ടായ യഹോവയുടെ വചനം എന്ന് വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്.
നമ്മൾ നോക്കിയാല് ചരിത്രം നോക്കിയാല് 605 യെരൂശലേം പിടിക്കപ്പെട്ടത്. നമുക്കറിയാം ദാനിയേൽ ബാബിലോണിലേക്ക് അടിമയായിട്ട് പോയത് BC 605, ക്രിസ്തുവിന് 605 വർഷം മുമ്പ്. അവിടെ നിന്ന് തിരിച്ചു വരുന്നത് BC 538, ഏതാണ്ട് 67 വർഷം കഴിഞ്ഞു. 70 വർഷം എന്ന് നമ്മൾ പറഞ്ഞെങ്കിലും ഏതാണ്ട് 67 വർഷം കഴിഞ്ഞപ്പോഴാണ് ഇവര് ബാബിലോണിൽ നിന്നും അവർ തിരിച്ചു പോകുന്നത്. അതുപോലെ ദേവാലയത്തിന്റെ പുനഃസ്ഥാപനം നോക്കിയാല് അത് ദേവാലയം തകർത്തത് 586 BC നെബൂഖദ്നേസർ രാജാവ് ദേവാലയം തകർത്ത് 586 BC നമുക്കറിയാം യെരൂശലേമിൽ നിന്ന് മൂന്ന് ഇൻസ്റ്റാൾമെന്റ് ഗഡുക്കളായിട്ടാണ് നെബൂഖദ്നേസർ രാജാവ് അടിമകളെ കൊണ്ടുപോയത്, ആൾക്കാരെ കൊണ്ടുപോയത്. ആദ്യം കൊണ്ടുപോയത് 605, പിന്നീട് കുറച്ചുപേരെ കൊണ്ടുപോയി. അവസാനം 586 അവസാനമായിട്ട് യെരൂശലേം നശിപ്പിച്ച് നെബൂഖദ്നേസർ വന്ന് യെരൂശലേം നശിപ്പിച്ച് അവരെ എല്ലാം അടിമകളാക്കി യെരൂശലേം തകർത്ത് കളയുന്നതായിരിക്കുന്ന അനുഭവം ഉണ്ടായത്. അതിന് 71 വർഷത്തിന് ശേഷമാണ് 515 കൃത്യമായി 515 ദേവാലയം പുനഃസ്ഥാപിക്കുന്നത്, ദേവാലയം വീണ്ടും പുനഃസ്ഥാപിക്കുന്നത്. അപ്പോ നമ്മൾ നോക്കിയാൽ 70 വർഷം എന്ന് പറയുന്നത് ഏതാണ്ടൊക്കെ ശരിയാണ്. 605 യെരൂശലേം പിടിക്കപ്പെട്ടു. യെരൂശലേമിൽ നിന്ന് ആദ്യത്തെ ആൾക്കാരെ ബാബിലോണിലേക്ക് കൊണ്ടുപോയി. 538 തിരിച്ച് ബാബിലോണിൽ നിന്നും അവരെ അയക്കുവാനായിട്ടിടെ ഏതാണ്ട് 70 വർഷത്തോളം അടുത്ത് 67 വർഷം അല്ലെങ്കിൽ അല്പം കൂടെ കൂടുതൽ 68, 69 വർഷം ഏതാണ്ട് അതിനെടുത്തു. അതുപോലെ ദേവാലയത്തിന്റെ കാര്യം പറഞ്ഞാൽ കൃത്യമായി 70 വർഷം തന്നെ എടുത്തു ആ ദേവാലയം പുതുക്കി പണിയുവാനായിട്ട്, പുനഃസ്ഥാപിക്കുവാനായിട്ട്. ഇനി നമ്മൾ ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തെ നമുക്ക് വാസ്തവത്തിൽ രണ്ടായിട്ട് തരംതിരിക്കാനായിട്ട് സാധിക്കും. ഒന്ന് ദാനിയേലിന്റെ ദീർഘമായിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ആദ്യത്തെ 19 വാക്യങ്ങൾ നമുക്ക് ദാനിയേലിന്റെ വളരെ ദീർഘമായിരിക്കുന്ന ഒരു പ്രാർത്ഥന കാണാനായിട്ട് കഴിയും. അത് വളരെ വളരെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കുറിക്കൊള്ളുവാൻ സാധിക്കുന്നതായിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. ഇന്ന് വാസ്തവത്തിൽ ആ വിഷയത്തെക്കുറിച്ചും പിന്നെ 20-ാം വാക്യം തുടങ്ങി ഉള്ളതായിരിക്കുന്ന ഈ 70 ആഴ്ചവട്ടത്തെ കുറിച്ചുള്ളതായിരിക്കുന്ന അല്പം ചില കാര്യങ്ങളുടെയാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദാനിയേലിന്റെ ഈ പ്രാർത്ഥന വാസ്തവത്തിൽ നമ്മൾ വളരെ കൂലങ്കഷമായിട്ട് പഠിക്കാനായിട്ട് ആവശ്യമുള്ളതായിരിക്കുന്ന ഒരു പ്രാർത്ഥന. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമുക്ക് നമ്മുടെ പേഴ്സണൽ പ്രേയറിൽ, നമ്മുടെ വ്യക്തിപരമായിരിക്കുന്ന പ്രാർത്ഥനയിൽ നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട്, നമുക്ക് അനുകരിക്കുവാനായിട്ട് കൊള്ളാവുന്നതായിരിക്കുന്ന ഒന്ന്. ഈ പ്രാർത്ഥനയുടെ 4 ഭാഗങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എല്ലാ വാക്യങ്ങളും നമ്മൾ വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പ്രാർത്ഥനയുടെ 4 ഭാഗങ്ങൾ. ഒന്ന്, അക്നോളജിങ് ദ നെസസിറ്റി, ആവശ്യബോധം. നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് ഇരിക്കുമ്പോൾ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് വരാം. ആവശ്യബോധം അഥവാ അക്നോളജിങ് ദ നെസസിറ്റി. 2, പ്രിപ്പറേഷൻ ഓഫ് ബോഡി ആൻഡ് മൈൻഡ്, തയ്യാറെടുപ്പ്, പ്രിപ്പറേഷൻ ഓഫ് ബോഡി ആൻഡ് മൈൻഡ്. 3, കൺഫെഷൻ, പാപത്തെക്കുറിച്ചുള്ള ബോധം, ഏറ്റുപറച്ചൽ, കൺഫെഷൻ. 4, ദൈവസന്നിധിയിൽ ആവശ്യങ്ങൾ ബോധിപ്പിക്കുന്നു, ടെല്ലിങ് ഗോഡ് അവർ നീഡ്സ് ക്ലിയർലി. അപ്പൊ ഈ 4 കാര്യങ്ങളാണ് വാസ്തവത്തിൽ ഇവിടെ നമുക്ക് ഇത് അപഗ്രഥിച്ചാൽ, ഈ പ്രാർത്ഥന പഠിച്ചാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ആവശ്യബോധം, തയ്യാറെടുപ്പ്, പാപത്തെക്കുറിച്ചുള്ള ബോധം, ഏറ്റുപറച്ചൽ, ദൈവസന്നിധിയിൽ ആവശ്യങ്ങൾ ബോധിപ്പിക്കുന്നു. നമ്മുടെ പേഴ്സണൽ പ്രേയറിലും വാസ്തവത്തിൽ നമുക്ക് കുറിക്കൊള്ളുവാനായിട്ട്, നമുക്ക് അനുകരിക്കാൻ പറ്റിയതായിരിക്കുന്ന ഒരു മാതൃക നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും. നമ്മൾ നോക്കിയാല് ഈ 9-ാം അധ്യായം നോക്കിയാൽ അവിടെ ദാനിയേലിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ദാനിയേലിന് അറിയാം യെരമ്യാ പ്രവാചകൻ മുഖാന്തരം കൃത്യമായിട്ട് ദൈവം പറഞ്ഞതാണ് 70 വർഷം കഴിയുമ്പോൾ നിങ്ങളെ തിരിച്ച് യെരൂശലേമിലേക്ക് അയക്കാം, അഥവാ നിങ്ങളുടെ ബാബിലോൺ പ്രവാസം 70 വർഷമാണ് ദേശം ശബത്ത് ആചരിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് ദൈവം അവരോട് പറഞ്ഞു. നമ്മൾ ദിനവൃത്താന്ത പുസ്തകത്തിൽ കണ്ടല്ലോ അല്ലേ, ശബത്ത് 70 വർഷം ശബത്ത് ആചരിക്കുന്നതിനെ കുറിച്ച്, ദേശം ശബത്ത് ആചരിക്കേണ്ട ആവശ്യകതയെ കുറിച്ച് ദിനവൃത്താന്ത പുസ്തകം നമ്മൾ വായിച്ചതാണ്. അപ്പൊ അത് ദൈവം പറഞ്ഞതാ. എന്നിട്ടും എന്തുകൊണ്ടാണ് ദാനിയേൽ ആ വിഷയം ഓർത്ത് പ്രാർത്ഥിച്ചത്? ദൈവം ഒരു കാര്യം നമ്മളോട് പറഞ്ഞാൽ പിന്നെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? ദൈവം പറയാ നിങ്ങളോട് തരാം എന്ന് പറഞ്ഞവർ പ്രാർത്ഥിക്കണോ? എന്ത് പറയുന്നു? പ്രാർത്ഥിക്കണോ? ദൈവം പറയാ നിങ്ങൾക്ക് തരാം. അപ്പൊ ഞാൻ ഈ വിഷയത്തെ കുറിച്ച് ആലോചിച്ചപ്പോഴേ ഞാൻ ഓർത്തു,
ഈ വെളിപാട് പുസ്തകത്തില് നമ്മൾ നോക്കിയ 22-ാം അധ്യായത്തിൽ നമ്മൾ വീണ്ടും വീണ്ടും കാണുന്നുണ്ട്, കർത്താവ് പറയുന്നുണ്ട്, ഇതാ ഞാൻ വേഗം വരുന്നു, അല്ലേ? പറയുന്നുണ്ട്. നമ്മൾ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം, 12-ാം വാക്യം, 20-ാം വാക്യം ഒക്കെ നമ്മൾ നോക്കിയാൽ അവിടെ എല്ലാം കർത്താവ് പറയുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് പറയുന്നു. അപ്പൊ സഭ എന്ത് പറയും? സഭ എന്ത് പറയും എന്ന് വെച്ചാൽ വിശുദ്ധന്മാരെ എന്താ പറയാ? കർത്താവായ യേശുവേ വേഗം എന്നുണ്ടോ അവിടെ? ഇല്ല. കർത്താവായ യേശുവേ വരയണമെന്ന് പറയും. അങ്ങനെ പറയണോ? പറയണോ? കർത്താവ് വരാന്ന് പറഞ്ഞ പിന്നെ നമ്മൾ പറയണോ വരണമെന്ന്? നമുക്ക് തോന്നും, പറയണ്ടെന്ന് തോന്നും. പക്ഷെ വാസ്തവം എന്താ അറിയാമോ? നമ്മൾ വാസ്തവത്തിൽ ഈ വേദപുസ്തകത്തിൽ നമുക്ക് ദൈവം തരാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ ആ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കാനായിട്ട് നമുക്കുള്ള ചുമതല അത് ദൈവവചനം അടിവരയിട്ട് പറയുന്നത്. അപ്പൊ ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനയ്ക്ക് വരുമ്പോ അതിന് വേദപുസ്തകത്തിൽ ഉള്ളതാണെങ്കിൽ പോലും, നമുക്ക് തരാം എന്ന് പറഞ്ഞതാണെങ്കിൽ പോലും അതിനുവേണ്ടി പ്രാർത്ഥിക്കാനുള്ള ആവശ്യകത. നമ്മൾ നോക്കിയ ദാനിയേലിന് ഒന്ന് ആലോചിച്ച് നോക്കിയേ, ദാനിയേലിന് ഇതിന്റെ ആവശ്യം വല്ലതും ഉണ്ടോ? കാര്യം ദൈവം പറഞ്ഞാൽ 7 വർഷം കഴിയുമ്പോൾ നിങ്ങളെ വിടാന്ന്. അപ്പൊ വിടാൻ ദൈവം പറഞ്ഞാൽ വിടുമെന്നുള്ളത് 100% ആണ്. പക്ഷേ ദാനിയേൽ എന്നിട്ടും വളരെ കൃത്യമായിട്ട് ആ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. അപ്പോ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നത് എന്താന്ന് ചോദിച്ചാല്, നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ഏറ്റവും പ്രധാനം എന്താ അറിയാമോ? ആവശ്യബോധം. നമ്മൾ മിക്കവാറും നമ്മുടെ ഇന്നത്തെ ഈ വിഷയം വാസ്തവത്തിൽ പ്രാക്ടിക്കൽ നമ്മുടെ പ്രാർത്ഥനയെ കുറിച്ചുള്ള പ്രാർത്ഥനാ യോഗത്തിന്റെ ഒരു ക്ലാസ് പോലെ നിങ്ങൾ ചിന്തിച്ചാൽ മതി. നമ്മൾ ദൈവസന്നിധി വന്നിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എങ്ങനെ എടുത്തു വെച്ച് ഒക്കെ പ്രാർത്ഥിക്കും. വാസ്തവത്തിൽ ചിലപ്പോഴൊക്കെ എഴുതി വെച്ചൊക്കെ പ്രാർത്ഥിക്കും. നല്ലതാണ്, ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല. പക്ഷേ നമ്മൾ ആ വിഷയത്തോട് താതാത്മ്യപ്പെട്ട് ആവശ്യബോധം ഇല്ലാതെ ദൈവസന്നിധിയിൽ ജൽപ്പനം പോലെ നമ്മൾ സംസാരിച്ചാൽ ദൈവം അത് അംഗീകരിക്കാനായിട്ട് സാധ്യത കുറവാണ്. നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ അതിനുള്ള ഒരു ആവശ്യബോധം നമ്മുടെ മനസ്സിലുണ്ടാവണം. നമ്മൾ റോമാലേഖനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യമല്ലേ, റോമാലേഖനം 8-ാം അധ്യായത്തിൽ അതിന് 26-27 തോന്നുന്നു. അവിടെ ഹൃദയങ്ങളെ പരിശോധിക്കുന്ന ദൈവം പരിശോധിക്കും. അങ്ങനെ പരിശോധിക്കുമ്പോ നമ്മുടെ ഹൃദയത്തിൽ അതിന് ആവശ്യബോധം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് യാതൊരു അർത്ഥവുമില്ല. നമുക്ക് പ്രാർത്ഥിക്കാന്നുള്ളതേ ഉള്ളൂ. നമ്മൾ പ്രാർത്ഥിക്കാം, പക്ഷേ നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ സുഗ്രാഹ്യമായിട്ട് അത് അംഗീകരിക്കപ്പെടണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ അതിനൊരു ആവശ്യബോധം ഉണ്ടാകണം. അങ്ങനെ ആവശ്യബോധം ഇല്ലെങ്കിൽ നമ്മൾ സഹോദരനോട് പ്രാർത്ഥിക്കുക. പക്ഷെ ഒരു ദിവസം പോലും ആ സഹോദരൻ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ആ സഹോദരനുമായിട്ട് ആ സഹോദരിയുമായിട്ട് യാതൊരു മാനസികമായിട്ട് അടുപ്പമില്ലാതെ നമ്മൾ ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ അത് സുഗ്രാഹ്യമായി ചെല്ലുമോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട. അപ്പൊ ഒന്നാമത്തെ പ്രധാനപ്പെട്ട വിഷയം എന്താ? ആവശ്യബോധം നമുക്കുണ്ടാവണം. അതാണ് നമുക്ക് ഒന്നാമത് ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പം പ്രാർത്ഥനയുടെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആവശ്യബോധം. നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് അതുമായിട്ട് താതാത്മ്യപ്പെടുവാനായിട്ട് ഇടയാകണം. പിന്നീട് രണ്ടാമത് നമ്മൾ ഇവിടെ തന്നെ വായിക്കുന്നു, നമ്മള് 3-ാമത്തെ വാക്യം വായിച്ചാട്ടെ. അപ്പോൾ ഞാൻ ഉപവസിച്ചും രട്ടെടുത്തും വെണ്ണീരിലിരുന്നും കൊണ്ട് പ്രാർത്ഥനയോടും യാചനകളോടും കൂടെ അപേക്ഷിക്കേണ്ടതിന് ദൈവമായ കർത്താവിലേക്ക് മുഖം തിരിച്ചു. മതി. അവിടെ നോക്കൂ, തന്റെ തയ്യാറെടുപ്പ് താനങ്ങ് ചുമ്മാ വെറുതെ പോയിരുന്ന് ഓക്കെ എന്നാ അങ്ങ് പ്രാർത്ഥിച്ചേക്കാം എന്ന് വിചാരിച്ച പോയിരുന്ന് പ്രാർത്ഥിക്കായിരുന്നോ? അല്ല. താൻ എന്താ ചെയ്ത്? രട്ടെടുത്തു. രട്ടെന്ന് വെച്ചാല് എന്താ പറയുക, സാക്ക്ലോത്ത്. അവരുടെ രീതി അനുസരിച്ച് ദുഃഖമൊക്കെ ഉണ്ടാകുമ്പം അവര് ചെയ്യുന്ന സാക്ക്ലോത്ത്. അതുപോലെ തന്നെ ദ സിറ്റ് ഇൻ ആഷസ്, വെണ്ണീരിലിരിക്കും. അതെങ്ങനെയാ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞു. പക്ഷെ വെണ്ണീര് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ദുഃഖത്തിന്റെ ഒരു ചിഹ്നമായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ പ്രാർത്ഥനയോട് യാചനയോട് കൂടെ അപേക്ഷിക്കേണ്ട ദൈവമായ കർത്താവിലേക്ക് മുഖം തിരിച്ചു എന്ന് വെച്ചാൽ ഹി കോൺസെൻട്രേറ്റഡ്. അപ്പൊ നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പം ഒന്നാമത്തെ കാര്യം നമ്മുടെ മനസ്സിനൊരു ആവശ്യബോധം ഉണ്ടാവണം. രണ്ടാമത് നമ്മളെ ഹൃദയത്തിൽ നമ്മൾ ഏകാഗ്രതയോടെ അതിന് തയ്യാറെടുത്ത് വേണം ഇരിക്കാൻ. ചുമ്മാ അങ്ങ് പോയിരുന്നിട്ട് പ്രാർത്ഥിക്കാൻ. അപ്പൊ നമ്മൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ വളരെ സിമ്പിൾ ആയുള്ള പ്രെയർ പറ്റത്തില്ലല്ലോ. അങ്ങനെയല്ല, പറ്റും. നമുക്ക് ഒരു സെന്റൻസിലും പ്രാർത്ഥിക്കാം. നമ്മൾ ദൈവവചനത്തിൽ വാസ്തവത്തിൽ ഇവിടെ തന്നെ നെഹമ്യ 2:4 നെഹമ്യാവ് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് രാജാവിനോട് സംസാരിക്കുക. 1 സെക്കൻഡ് മതി. മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്കിത് കാണാൻ കഴിയും. അപ്പോ പ്രാർത്ഥിക്കാനായിട്ട് വാസ്തവത്തിൽ വലിയ ലെങ്തി പ്രെയർ ഒന്നും ആവശ്യമില്ല.
ലെങ്തി പ്രയർ ഒന്നും ആവശ്യമില്ല. പക്ഷേ ഏറ്റവും പ്രധാനം എന്താ? ഈ രണ്ട് കാര്യം വളരെ പ്രധാന. ഒന്ന്, മാനസികമായി നമ്മൾ ആ വിഷയവുമായിട്ട് താതാത്മ്യപ്പെടണം. രണ്ട്, നമ്മുടെ മനസ്സ് ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കണം. ഹൃദയത്തെയും ശരീരത്തെയും നമ്മൾ ഏകാഗ്രമാക്കാനായിട്ട് ഇടയാകണം. ഏകാഗ്രമാക്കാതെ നമ്മൾ ദൈവസന്നിധിയിൽ പോയി നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധ്യമാകുകയില്ല. പിന്നെ 4ഉം 5ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നാലാമത്തെ വാക്യം അത് ഞാൻ പറയാം. അവിടെ ദൈവത്തിന്റെ മഹത്വത്തെ കുറിച്ച് പറയാം. മഹാനും ഭയങ്കരനുമായ ദൈവമായ കർത്താവേ എന്ന് പറയാം. മഹാനും ഭയങ്കരമായ ദൈവത്തെ സ്തുതിക്കുക. അത് പ്രാർത്ഥനയുടെ ഒരു പ്രധാനപ്പെട്ട വിഷയമാട്ടോ. ദൈവത്തെ നമ്മൾ സ്തുതിക്കുന്നു എന്നുള്ളത്. 5ആം വാക്യത്തിൽ അത് ഏറ്റവും പ്രധാനമാണ്. ഞങ്ങൾ പാപം ചെയ്തു, വികടമായി നടന്നു, ദുഷ്ടത പ്രവർത്തിച്ചു, ഞങ്ങൾ മത്സരിച്ചു, നിന്റെ കൽപ്പന വിധികളും വിട്ടുമാറി. അപ്പോ ദാനിയേലിന്റെ പ്രാർത്ഥനയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കും ഒരു ഭാഗം എന്താ? കൺഫെഷൻ. എന്താ താൻ കൺഫസ് ചെയ്യുന്നത്? തന്റെയും തന്റെ ജനത്തിന്റെയും പാപത്തെ കൺഫസ് ചെയ്യാം. അപ്പൊ നമ്മൾ ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആവശ്യബോധം ഉണ്ടാവണം. നമ്മൾ രണ്ടാമത് പറഞ്ഞ എന്താ? ആവശ്യബോധം ഉണ്ടാവണം. പിന്നെ എന്താ? തയ്യാറെടുക്കണം. എന്ന് വെച്ചാൽ മാനസികമായി ശാരീരികമായി നമ്മൾ തയ്യാറെടുക്കണം. മൂന്നാമത്, നമ്മുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയണം. പാപങ്ങൾ മനസ്സിൽ വെച്ചോണ്ട്, നമ്മുടെ ജീവിതത്തിലെ പാപങ്ങൾ മനസ്സിൽ വെച്ചോണ്ട് നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനായിട്ട് ഇരുന്നാൽ ദൈവം ആ പ്രാർത്ഥന കേൾക്കുമോ? ഹൃദയങ്ങളെ പരിശോധിക്കുന്ന ദൈവം ആ പ്രാർത്ഥന കേൾക്കുമോ? ഒരിക്കലുമില്ല. നമ്മുടെ ചെറിയ പാപങ്ങൾ പോലും, എന്ന് വെച്ചാൽ നമ്മുടെ സഹോദരന്മാരോട്, നമ്മൾ കഴിഞ്ഞ ആഴ്ച തോന്നുന്നു ഇവിടെ കേട്ടത് അല്ലേ, സഹോദരന്മാരോട് ഉള്ളതായിരിക്കുന്ന നമുക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ, അത് കഴിഞ്ഞ ആഴ്ച തോന്നുന്നു ഇവിടെ കേട്ടത്, സഹോദരന്മാരോട് നമുക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ, അല്ല മറ്റാരോടെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, അതെല്ലാം പറഞ്ഞു തീർത്തിട്ട് വേണം ദൈവസന്നിധി ഇരിക്കാൻ. ഇതൊന്നും പറഞ്ഞു തീർക്കാതെ ദൈവസന്നിധി പോയിരുന്നു നമ്മളങ്ങ് പറയുക ദൈവത്തോട് കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞാൽ ദൈവം കേൾക്കുമോ? കേൾക്കത്തില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാൻ കേൾക്കത്തില്ലെന്ന്. കാര്യം നമുക്ക് വിചാരിക്കും, നമ്മുടെ ഒക്കെ ഒരു മാനസികമായിരിക്കും ഇഷ്യൂ അതാ. നമ്മൾ വിചാരിക്കും നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ ദൈവം കേൾക്കുന്നു. പക്ഷെ നമ്മൾ പറഞ്ഞാൽ ദൈവം കേൾക്കണമെങ്കിൽ, നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കണമെങ്കിൽ ഏറ്റവും മെയിനായിട്ട് ആവശ്യമുള്ളത് ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ പകരുമ്പോൾ നമ്മുടെ മനസ്സിൽ പ്രയാസങ്ങൾ നമ്മൾ വെച്ചുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാനായിട്ട് കഴിയത്തില്ല. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നമ്മുടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ നമ്മൾ പേഴ്സണൽ പ്രയറിൽ നമ്മൾ ദൈവത്തോട് പറയണം. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഇന്ന കുറവുകളുണ്ട്, ഞാനത് സമ്മതിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കാനായിട്ട് ഇടയാകണം. ദൈവം പ്രാർത്ഥന കേൾക്കും കേട്ടോ. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവനാ. പക്ഷേ നമ്മൾ ശരിയായ രീതിയിൽ നമ്മെ തന്നെ ഒരുക്കാതെ നമ്മൾ പോയി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ദൈവസന്നിധിയിൽ സുഗ്രാഹ്യമാകത്തില്ല. ദൈവം ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയം ദൈവം അതിന് ഉത്തരം നൽകുമ്പോൾ അത് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടാവണം നിർബന്ധമുണ്ടോ? അങ്ങനെയൊന്നുമില്ല, നിർബന്ധമൊന്നുമില്ല അല്ലെ? ഒരാൾക്ക് സുഖമില്ലാതായി, ആ ആള് പ്രാർത്ഥിക്കും, അനേകർ പ്രാർത്ഥിക്കും, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആൾ രക്ഷപ്പെട്ടത് എന്ന് നമ്മൾ നിർബന്ധം പിടിച്ച് മസിൽ പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാര്യം നമ്മൾ ദൈവസന്നിധിയിൽ കറക്റ്റ് ആയിട്ടാണെങ്കിൽ, നമ്മുടെ മനസ്സിൽ അതിനൊരു വേദനയുണ്ട്, വിഷമമുണ്ട്, അതിനെക്കുറിച്ച് പ്രയാസമുണ്ട്, ആ വിഷയത്തെ ഓർത്ത് നമ്മൾ ദൈവസന്നിധിയിൽ ആ വിഷയത്തിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു, നമ്മെ തന്നെ ഒരുക്കി നമ്മൾ ദൈവസന്നിധിയിൽ നമ്മുടെ കുറവുകളെ ഏറ്റുപറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമെങ്കിൽ ആ വിഷയം കേൾക്കുവാനായിട്ട് ഇടയാകും. ഇവരുടെ പാപത്തിന്റെ 2-3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരെ കറക്റ്റാ കേട്ടോ. 6ആം വാക്യത്തിൽ പ്രവാചകന്മാരുടെ വാക്ക് അവർ കേട്ടനുസരിച്ചില്ല. അത് 6ാമത്തെ വാക്യം, ഡിഡ് നോട്ട് ഗിവ് ഇയർ ടു ദ വേർഡ്സ് ഓഫ് പ്രോഫറ്റ്സ്. അത് അവരുടെ ഒരു പാപം. വാസ്തവത്തിൽ ഇന്നത്തെ പ്രവാചകന്മാർക്ക് വരെ ഇന്നുള്ള ആരാ? ഉപദേഷ്ടാക്കന്മാരല്ലേ? ഇവിടെ വന്ന് സംസാരിക്കുന്നതായിരിക്കുന്ന ടീച്ചേഴ്സ്, ഉപദേഷ്ടാക്കന്മാർ. വാസ്തവത്തിൽ നമ്മുടെ ഒരു പ്രസംഗം, ഏതെങ്കിലും ഒരു ഞായറാഴ്ചയിൽ ഒരു പ്രസംഗം നമ്മൾ ശരിക്കും കേൾക്കാൻ തയ്യാറായാൽ നമ്മുടെ ജീവിതം ആകമാനം വ്യത്യാസം വരും. ശരിയാണോ ഞാൻ പറയുന്നത്? സമ്മതിക്കുന്നുണ്ടോ? ഒരു പ്രസംഗം, ഒറ്റ പ്രസംഗം നമ്മൾ അങ്ങ് അംഗീകരിക്കാൻ തയ്യാറായി നോക്കുക. പ്രസംഗിക്കുന്ന ആളും വേണം. ഇപ്പൊ നമ്മുടെ ഭാഗത്ത് തെറ്റില്ലെന്നല്ല, പ്രസംഗിക്കുന്നവരും തെറ്റുണ്ട്, അവർക്കും വേണം, കേൾക്കുന്നവർക്കും. നമ്മൾ എല്ലാവരും ഒരുമിച്ചാ പറയുന്നത്. ആ ഒരൊറ്റ പ്രസംഗം, നമ്മളിവിടെ പ്രസംഗിക്കുന്ന, ഈ പുൾപിറ്റിൽ നിന്ന് പ്രസംഗിക്കുന്ന ഒറ്റ പ്രസംഗം നമ്മളത് അംഗീകരിക്കാൻ തയ്യാറായാൽ, നമ്മുടെ ജീവിതത്തിൽ അതനുസരിച്ച് ചെയ്യാൻ തയ്യാറായാൽ, ഞാൻ വിചാരിക്കുന്നത് സമൂലമായിരിക്കുന്ന വ്യതിയാനം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനിടയാവും. അല്ലയോ? സത്യമല്ലേ ഞാൻ പറയുന്നേ? സത്യമാ. നമ്മൾ വാസ്തവത്തിൽ പ്രവാചകന്മാരുടെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് തയ്യാറാകുന്നില്ല. വരുന്നു, ആൾക്കാർ പ്രസംഗിക്കുന്നു,
പ്രസംഗിക്കുമ്പോൾ മിക്കവാറും പലരും എന്താ ചെയ്യുന്നത്, ആ പ്രസംഗിച്ച ആളുടെ ട്യൂണ്, ആ പ്രസംഗിച്ച ആളുടെ ശബ്ദം, ആ പ്രസംഗിച്ച ആളെ എങ്ങനെയാണ് പ്രസംഗിച്ചത്, പിന്നെന്തുവാ ഹോമിലറ്റിക്സും ഒക്കെ നമ്മൾ നോക്കി വളരെ വിശദമായിട്ട് അതിനെയൊക്കെ കീറി മുറിച്ച്, എന്നിട്ട് 1 മണിക്കൂർ പ്രസംഗിച്ചതിൽ ആ സെന്റൻസ് തെറ്റായിരുന്നു, ആ സെന്റൻസിന്റെ അകത്ത് ഇങ്ങനെയല്ലായിരുന്നു വരേണ്ടത്, അങ്ങനെയായിരുന്നു വരേണ്ടത് എന്നൊക്കെ നമ്മൾ അനലൈസ് ചെയ്ത് നമ്മൾ വിടുന്നതല്ലാതെ ആ പ്രസംഗത്തിന്റെ അകത്ത് ഉൾക്കൊള്ളുന്നതായിരിക്കുന്ന ദൈവികമായ വിഷയങ്ങൾ ഉൾക്കൊള്ളുവാനായിട്ട് നമ്മൾ തയ്യാറാകുന്നില്ല. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു പരാജയം, ഇന്നത്തെ സമൂഹത്തിന്റെ പരാജയം അത് എന്താ? നമ്മൾ പ്രസംഗകനെ കേൾക്കും, പ്രസംഗകന്റെ ഭാഷയും പ്രസംഗന്റെ സംസാരവും പ്രസംഗകൻ എങ്ങനെയാണ് അവതരിപ്പിച്ചത് ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കും. പക്ഷേ വിട്ടുപോകുന്ന എവിടെയാ? പ്രസംഗം വിട്ടുപോകും. പ്രസംഗം നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് പോകത്തില്ല. അതാണ് ഒരു വലിയ തെറ്റ്. യഹൂദന്മാർ ചെയ്ത അവരുടെ തെറ്റത് അവരെല്ലാം ശ്രദ്ധിച്ചു. അവര് പതാരം കൊടുക്കുന്ന കാര്യത്തിലും മറ്റെല്ലാ കാര്യത്തിലും വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. പക്ഷേ അവർക്ക് എന്ത് പറ്റിപ്പോയി? അവർ ഈ പ്രവാചകന്മാർ പറഞ്ഞു ഒന്നും കേട്ടില്ല. പ്രധാനമായിട്ടും അവർ പറഞ്ഞു ഈ വിഗ്രഹങ്ങളെ സേവിക്കരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത് എന്ന് പിന്നെയും പറഞ്ഞു. പക്ഷേ അവർ കേട്ടില്ല. അത് പ്രവാചകന്മാരുടെ വാക്ക് കേട്ടില്ല. രണ്ടാമത് അവരുടെ ഭാഗത്തുണ്ടായ വേറെ കുറ്റം 11-ാം വാക്യത്തിൽ വചനം കേട്ടനുസരിച്ചില്ല. വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, പക്ഷേ വചനം അങ്ങനെ തന്നെയോ എന്ന് നോക്കി അതനുസരിച്ച് അവര് നോക്കാനായിട്ട് തയ്യാറായി. ഡിഡ് നോട്ട് ഹീഡ് ടു ദ വേർഡ് ഓഫ് ഗോഡ്. മൂന്നാമത് അനർത്ഥങ്ങൾ സംഭവിച്ചിട്ടും ബുദ്ധി പഠിച്ചില്ല. 13-ാമത്തെ വാക്യം, ഡിഡ് നോട്ട് ലേൺ ഫ്രം ദ ഈവിൾസ് ഹാപ്പൻ ടു ദം. അവരുടെ ജീവിതത്തിൽ ഉണ്ടായതായിരിക്കുന്ന അനർത്ഥങ്ങൾ, ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ, അത് അനലൈസ് ചെയ്തിട്ട് അതിൽ എന്റെ ഭാഗത്ത് എന്താണ് തെറ്റ് എന്ന് മനസ്സിലാക്കി അവരെ തന്നെ ശരിയാക്കാനായിട്ട് തയ്യാറായില്ല. നമ്മൾ വാസ്തവത്തിൽ നോക്കിയാൽ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ അവിടെ സാക്ഷികളുടെ ഒരു സമൂഹത്തെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ടല്ലേ? സാക്ഷികളുടെ സമൂഹം. ആ സാക്ഷികളുടെ സമൂഹം 11-ാം അധ്യായത്തിൽ നമുക്കറിയാം അവരുടെയൊക്കെ ജീവിതത്തിൽ മിക്കവാറും എല്ലാവരുടെയും ജീവിതത്തിൽ വാസ്തവത്തിൽ എന്തെങ്കിലുമൊക്കെ കുറവുകൾ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. വിശ്വാസത്താൽ അവർ പല കാര്യങ്ങൾ നേടിയെങ്കിലും അവരുടെ ജീവിതത്തിൽ കുറവുകൾ വന്നിട്ടുണ്ട്. ആ കുറവുകൾ എന്തിനാ വേദപുസ്തകത്തിൽ എഴുതിയേക്കുന്നത്? എന്തിനെഴുതിയേക്കുന്നേ? നമ്മളത് കണ്ടിട്ട് നമ്മളെ തന്നെ കറക്റ്റ് ചെയ്യാനായിട്ടാണ്. അങ്ങനെ നമുക്ക് ലഭിച്ചിട്ട് അവരെ കുറിച്ച് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സഭാ മെമ്പേഴ്സിന്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാവുന്നതായിരിക്കുന്ന ജീവിതത്തിലെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, അതിന് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് ചിന്തിച്ച് നമ്മെ തന്നെ കറക്റ്റ് ചെയ്യാതെ നമ്മൾ മുമ്പോട്ട് പോകുന്നു എന്നുള്ളത്. വാസ്തവത്തിൽ യഹൂദന്റെ ജീവിതത്തിൽ വന്നതായിരിക്കുന്ന 3 പ്രധാനപ്പെട്ട കാര്യം: 1, പ്രവാചകന്മാരുടെ വാക്ക് കേട്ടനുസരിച്ചില്ല; 2, ദൈവവചനം അവരെ പരിശോധിച്ച് തങ്ങളെ തന്നെ ശരിയാക്കിയില്ല; 3, അനർത്ഥങ്ങൾ സംഭവിച്ചിട്ടും ബുദ്ധി പഠിച്ചില്ല. നമ്മുടെ ജീവിതത്തിലും ഇതൊക്കെ തന്നെ കേട്ടോ. നമ്മുടെ ജീവിതത്തെയും കൂടെ നമ്മൾ ഇന്ന് വാസ്തവത്തിൽ വളരെ പ്രാക്ടിക്കലാ. നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നിതാ. നമ്മൾ വാസ്തവത്തിൽ പലപ്പോഴും അനേകർ വന്ന് പ്രസംഗിക്കും. എനിക്ക് വാസ്തവ സങ്കടം തോന്നിയിട്ടുണ്ട് കേട്ടോ. 45 മിനിറ്റ് ഒരാൾ പ്രസംഗിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പം, സഹോദര നിങ്ങൾ പറഞ്ഞ ആ വാക്ക് അത്ര ശരിയല്ല കേട്ടോ, അതിന്റെ അർത്ഥം അങ്ങനെയല്ലായിരുന്നു. ഓക്കെ, അത് വിട്ടേരെ, ആ വാക്ക് വിട്ടേരെ. നമുക്ക് ഒരു ദൈവവചനത്തിൽ ഒരു കാര്യം ദൈവാത്മാവ് നമ്മളോട് പറയാനായിട്ട് ആഗ്രഹിക്കുക. ദൈവവചനം നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരണം, നമ്മുടെ ഹൃദയത്തിൽ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു പരിവർത്തനം ഉണ്ടാകണം. അതല്ലാതെ ആ സഹോദരൻ പറഞ്ഞ ആ വാക്ക് ശരിയല്ല, ആ സഹോദരന്റെ സ്ട്രക്ചറിങ് ശരിയായില്ല, ആ സഹോദരൻ ചെയ്ത് അങ്ങനെയല്ല, നോ, അവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത് എന്നുള്ളതാണ് വസ്തുത. അപ്പൊ നമ്മൾ അത് ശ്രദ്ധിക്കണം. പ്രവാചകന്മാരുടെ വാക്ക് കേൾക്കണം. അതിന്റെ ഹോമിലിറ്റിക്സും പിന്നെന്താ പറയാ, ആ വാക്കെന്താ പറയാ, മറന്നുവല്ലോ. എന്താ ഹെർമിന്യൂട്ടിക്സ്, അത് തന്നെ, ഹെർമിന്യൂട്ടിക്സ് ആൻഡ് ഹോമിലിറ്റിക്സ്. അതൊക്കെ നമ്മള് തപ്പി നടക്കേണ്ട ആവശ്യമില്ല. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവവചനം അത് അങ്ങനെ തന്നെയോ എന്ന് ദൈവദാസന്മാർ പറയുമ്പോൾ, കർത്താവെ എന്നോട് സംസാരിക്കണമേ എന്ന് നമ്മൾ നമ്മെ തന്നെ വാസ്തവത്തിൽ ഒരുക്കി വേണം നമ്മൾ ദൈവവചനം കേൾക്കുവാനായിട്ട്. വാസ്തവത്തിൽ ഞാൻ ഒരു വാക്കൂടെ പറയട്ടെ. ആരാധന യോഗത്തിനാണെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ. ആരാധന യോഗത്തിന് നമ്മൾ ആരാധനാത്മകമായിട്ട് ഇരിക്കുമ്പോൾ അവിടെ സംസാരിക്കുന്ന ആൾക്കാരുടെ ഭംഗിയോ അവരുടെ രീതിയെക്കുറിച്ചൊന്നും നോക്കണ്ട. നമ്മൾ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ ഇരുന്നാൽ ഒരുപക്ഷെ ആരാണ് ആരാധനയ്ക്ക് തോട്ട്സ് പറഞ്ഞെന്ന് പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ആരെങ്കിലും പറയട്ടെ, നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ എന്താ പറയാ, വളരെ വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് നമ്മൾ ഇരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പൊ അവരുടെ ജീവിതത്തിൽ പാപത്തെക്കുറിച്ചുള്ള ബോധം
ഏറ്റുപറച്ചിൽ അതായിരുന്നു തന്റെ പ്രാർത്ഥനയുടെ ഒരു ഭാഗം. ഈ കാര്യങ്ങളെ കൊണ്ട് 14-ാം വാക്യത്തിൽ ഈ വക കാര്യങ്ങളെ കൊണ്ട് ജീവിതത്തിൽ ഇവർക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് ദൈവം അവർക്ക് അനർത്ഥം വരുത്തി എന്ന് 14-ാം വാക്യത്തിൽ വായിക്കാം. എന്നിട്ട് 16 മുതൽ 19 വാക്യത്തിൽ ദൈവസന്നിധിയിൽ ദാനിയേൽ കൃത്യമായി തന്റെ ആവശ്യങ്ങൾ പറയാം. ദൈവസന്നിധിയിൽ വന്ന് തന്റെ ആവശ്യങ്ങൾ കൃത്യമായിട്ട് പറയാം. നമ്മൾ പ്രാർത്ഥനയെ കുറിച്ച് പഠിക്കുമ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവസന്നിധി വരുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ നമുക്കങ്ങ് പറയാനുള്ള സകല അവകാശമുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ പറയാൻ വേണമെങ്കിൽ ദൈവഹിതമാണോ ദൈവഹിതമല്ലയോ എന്ന് ദൈവത്തോട് സംസാരിക്കുമ്പോൾ നമ്മൾ ഒത്തിരി ചിന്തിക്കൊന്നും വേണ്ട. യു ജസ്റ്റ് ടെൽ ഹിം വാട്ട് യു വാണ്ട്. യു ക്യാൻ ടെൽ ഹിം എക്സാക്ട്ലി വാട്ട് യു വാണ്ട്. ദൈവം നമ്മുടെ പ്രാർത്ഥനയെ നമ്മൾ റോമാലേഖനം 8-ാം അധ്യായത്തിൽ അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ പ്രാർത്ഥനയെ ദൈവഹിത പ്രകാരം ദൈവസന്നിധിയിൽ അവതരിപ്പിക്കും. പക്ഷെ ദൈവം നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിച്ചിട്ട് അത് ദൈവഹിതമാണെങ്കിൽ അഥവാ അത് തന്റെ ഹിതാനുസരണമാണെങ്കിൽ നമുക്ക് ദൈവം നൽകും എന്നുള്ളതാണ്. അപ്പൊ ദൈവസന്നിധിയിൽ വരുമ്പോൾ ഒരു കുഞ്ഞ് അപ്പന്റെ അടുത്ത് ചെന്ന് പറയുന്നത് പോലെ എന്തൊക്കെ അപ്പന്റെ അടുത്ത് പോയി പറയാം, അല്ലെ അമ്മയുടെ അടുത്ത് പോയി പറയാം, എന്തും പറയാം, അല്ലേ? എന്തും പറയാം, എന്തു വേണേലും പറയാം. അങ്ങനെ പറയാനുള്ളതായിരിക്കും സ്വാതന്ത്ര്യം. വാസ്തവത്തിൽ എനിക്ക് എപ്പോഴും യോനായെ ഓർക്കുമ്പോൾ വാസ്തവത്തിൽ എനിക്ക് എപ്പോഴും നിങ്ങൾക്കും ചിരി ഉണ്ടാവും, അല്ലെ? ചിരി തോന്നും. ആ ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, എന്തും ദൈവത്തോട് പറയാനുള്ളതായിരിക്കും അവകാശം. വാസ്തവത്തിൽ ആ ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടാവണം. ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മളെ തന്നെ ഒരുക്കി നമ്മളിപ്പോ ഓർത്തതുപോലെ നമ്മളെ തന്നെ ഒരുക്കി ദൈവസന്നിധിയിൽ കൃത്യമായിട്ട് പറയാനായിട്ട് നമുക്ക് ഇടയാകണം. 19-ാം വാക്യത്തിൽ തന്റെ പ്രാർത്ഥന അങ്ങനെ അവസാനിപ്പിക്കുക. അപ്പൊ പ്രാർത്ഥന 4 ഭാഗങ്ങളാണ് നമ്മൾ കണ്ടത്. 1 ആവശ്യബോധം, അക്നോളജിങ് നെസസിറ്റി. 2 പ്രിപ്പറേഷൻ ഓഫ് ബോഡി ആൻഡ് മൈൻഡ്. 3 പാപത്തെക്കുറിച്ചുള്ള ബോധം, ഏറ്റുപറച്ചിൽ. 3 പാപങ്ങൾ നമ്മൾ കണ്ടു. പ്രവാചകന്മാരുടെ വാക്ക് കേട്ടനുസരിച്ചില്ല, വചനം കേട്ടനുസരിച്ചില്ല, അനർത്ഥങ്ങൾ സംഭവിച്ചിട്ടും ബുദ്ധി പഠിച്ചില്ല. ദൈവസന്നിധിയിൽ ആവശ്യങ്ങൾ ഈ അനർത്ഥങ്ങൾ സംഭവിച്ചിട്ടും ബുദ്ധി പഠിച്ചിട്ടില്ല എന്നുള്ളത് വാസ്തവത്തിൽ ദൈവം തമ്പുരാൻ പല പ്രാവശ്യം അവരോട് പറഞ്ഞു കേട്ടോ. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയാന്ന് തോന്നുന്നു ലേവ്യ പുസ്തകം 26-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു. 26-ാം അധ്യായമാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. നമ്മൾ ലേവ്യ പുസ്തകത്തിൽ നമ്മൾ കണ്ടായിരുന്നു. എന്താ കണ്ടേ? നിങ്ങളെ ഞാൻ നിങ്ങൾ ആദ്യം തെറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യും, നിങ്ങൾക്ക് രോഗങ്ങളും ഒക്കെ വരുത്തും. അതുകൊണ്ട് പഠിച്ചില്ല, പിന്നെയും നിങ്ങൾ തെറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കൂടുതൽ വരുത്തും. അവസാനം ഒരു നിർവാഹം ഇല്ലാതെ വന്നാൽ നിങ്ങളുടെ ദേവാലയമൊക്കെ ഞാൻ നശിപ്പിച്ചു കളയും. ഞാൻ നിങ്ങളെ റിലിജിയൽ, നിങ്ങളുടെ മതപരമായിട്ട് നിങ്ങളെ തകർത്ത് കളയും. അതിനു മുമ്പ് രാഷ്ട്രീയമായിട്ട് നിങ്ങളെ വിടുന്ന അതിനെക്കാട്ടി കുറഞ്ഞതാ കേട്ടോ. നിങ്ങളെ പിന്നെ അടിമകളായിട്ട് വിടുന്നതൊക്കെ അതിനെക്കാട്ടി കുറഞ്ഞതാ. ലാസ്റ്റ് ആണ് അവരുടെ മതപരമായിട്ട് അവരെ നശിപ്പിക്കും എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മളെ ഭാഗം ശ്രദ്ധിക്കാനായിട്ട് ലേവ്യ പുസ്തകത്തിൽ നിന്ന്. വാസ്തവത്തിൽ വളരെ വളരെ കറക്റ്റാ കേട്ടോ. നമുക്ക് അനർത്ഥങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യണം. കർത്താവെ, അത് എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റാണെങ്കിൽ ആ തെറ്റ് ഞാൻ തയ്യാറാണ്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴും നമുക്ക് അതിൽ നിന്ന് ഉൾക്കൊള്ളാൻ സാധിച്ചാൽ കുഴപ്പമില്ല, നമ്മൾ ആരോടും പറയണ്ട. പക്ഷെ നമ്മൾ അതിൽ നിന്ന് ആ വ്യക്തി അങ്ങനെയായിരുന്നു, അതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ സംഭവിച്ചു എന്ന് നമുക്ക് തോന്നിയാൽ നമ്മൾ മറ്റവരോടും പറയുന്നില്ലല്ലോ. നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ തന്നെ അത് കറക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കാനായിട്ട് ഇടയാകണം. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം. ഇനി നമ്മൾ വാസ്തവത്തിൽ 9-ാം അധ്യായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന പ്രവചന ഭാഗത്തേക്ക് വരിക. 24-ാം വാക്യം വരെയാണ് നമ്മൾ ദൈവം അനുവദിച്ചാൽ ഇന്ന് ഓർക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. 20-ാമത്തെ വാക്യം വായിച്ചാട്ടെ. ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുകയും എന്റെ പാപവും എന്റെ ജനമായ ഇസ്രായേലിന്റെ പാപവും ഏറ്റുപറയുകയും എന്റെ ദൈവത്തിന്റെ വിശുദ്ധ പർവ്വതത്തിനു വേണ്ടി എന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ അപേക്ഷ കഴിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ എന്റെ പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 23 വരെ വായിച്ചാട്ടോ. ആദിയെങ്കിൽ ഞാൻ അത്യന്തം ക്ഷീണിച്ചിരുന്ന സമയം ദർശനത്തിൽ കണ്ട ഗബ്രിയേൽ എന്ന പുരുഷൻ ഏകദേശം സന്ധ്യായാഗത്തിന്റെ നേരത്ത് എന്നോട് അടുത്തു വന്നു. അവൻ വന്ന് എന്നോട് പറഞ്ഞത് എന്തെന്നാൽ, ദാനിയേലേ, നിനക്ക് ബുദ്ധി ഉപദേശിച്ച് തരേണ്ടതിന് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നു. നീ ഏറ്റവും പ്രിയനാകയാൽ നിന്റെ യാചനകളുടെ ആരംഭത്തിങ്കിൽ തന്നെ കൽപ്പന പുറപ്പെട്ടു. നിന്നോട് അറിയിപ്പാൻ ഞാൻ വന്നുമിരിക്കുന്നു. അതുകൊണ്ട് നീ കാര്യം ചിന്തിച്ച് ദർശനം ഗ്രഹിച്ചു കൊള്ളുക. അതെ,
നമുക്കറിയാം ദാനിയേൽ പ്രവചനത്തിലാണ് ആദ്യമായിട്ട് ഏതെങ്കിലും ഒരു ദൂതന്റെ പേര് കാണുന്നത്. നമ്മൾ കണ്ടു 9-ാം അധ്യായത്തിലാണ് ഗബ്രിയേൽ എന്ന ദൂതന്റെ പേര് ആദ്യമായിട്ട് ഗബ്രിയേലിന്റെ പേര് മാത്രമല്ല, ഏതെങ്കിലും ഒരു ദൂതന്റെ പേര് പഴയ നിയമത്തിൽ ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് ദാനിയേൽ പ്രവചനത്തിലാണ്, 9-ാം അധ്യായത്തിലാണ്. ഇവിടെ നമ്മൾ 8-ാം അധ്യായത്തിലാണ്. 9-ാം അധ്യായത്തിൽ നമുക്ക് ആ ഗബ്രിയേലിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഗബ്രിയേൽ എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ കഴിഞ്ഞ ആഴ്ച കാണാനായിട്ടിടയായി. ഗബ്രിയേൽ എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിൽ നിന്ന് ശക്തി ലഭിച്ചവൻ എന്നാണ്, ദൈവത്തിൽ നിന്നും ശക്തി ലഭിച്ചവൻ എന്നാണ്. ഇനി സാധാരണഗതിയിൽ ഇവിടെ 21-ാം വാക്യത്തിന്റെ അവസാനം ഏകദേശം സന്ധ്യായാഗത്തിന്റെ നേരത്ത് എന്നോട് അടുത്തു വന്നു. സന്ധ്യായാഗം ആരംഭിക്കുന്നത് 3 മണിക്കാണ്. 3 മണിയാകുമ്പോഴാണ് സന്ധ്യായാഗം ആരംഭിക്കുന്നത്. അവിടെ ഒരാട്ടിൻകുട്ടിയെ ദഹനയാഗമായി അർപ്പിക്കും, അതോടൊപ്പം ഭോജനയാഗവും പാനീയയാഗവും കഴിക്കും. ആ സമയം പ്രാർത്ഥനയ്ക്കുള്ളതായിരിക്കും സമയം. കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഒരു ദിവസം അല്ലെ ഒരു വർഷം എത്ര ആടിനെയൊക്കെ അവര് യാഗമായിട്ട് അർപ്പിക്കും എന്ന് നോക്കിയിട്ട് വലിയൊരു സംഖ്യ കേട്ടോ. വാസ്തവത്തിൽ ഒരു ദിവസം അവർ 3 ആടിനെ മിനിമം അർപ്പിക്കണം. രാവിലെ 2 എണ്ണത്തിന് അർപ്പിക്കണം. ഒന്ന് ഈ ദഹനയാഗം, രണ്ടാമത് രാജാക്കന്മാർക്ക് വേണ്ടി ഒരു ആടിനെ അർപ്പിക്കണം. രാജാക്കന്മാർക്ക് വേണ്ടി അത് യെഹെസ്കേൽ പ്രവചനത്തിൽ പറഞ്ഞു, രാജാവിന് വേണ്ടി ഒരു ആടിനെ അർപ്പിക്കണം. പിന്നെ വൈകിട്ട് ഒരു ആട്ടിൻകുട്ടി അർപ്പിക്കണം. പിന്നീട് ഈ ഉത്സവങ്ങളൊക്കെ വരുമ്പം പല മൃഗങ്ങളെ അർപ്പിക്കും. 10ഉം 12ഉം ആടിനെയൊക്കെ ഒരു ദിവസം ഉത്സവത്തോടുള്ള ബന്ധത്തിൽ അർപ്പിക്കണം. അതിനുശേഷം പിന്നെ ഇവർക്ക് വ്യക്തിപരമായിട്ട് പാപയാഗമായിട്ടും മറ്റു വിവിധ യാഗങ്ങളായിട്ട് സമാധാന യാഗമായിട്ടൊക്കെ അത് വേറെ അർപ്പണം. അപ്പം എത്ര 1000 ആടിനെ അല്ലെങ്കിൽ എത്ര 1000 മൃഗങ്ങളെയാണ് ഒരു വർഷം അവരെ യാഗമായിട്ട് അർപ്പിച്ചിരുന്നത് എന്നുള്ളത് വാസ്തവത്തിൽ നമുക്ക് വളരെ ചിന്തനീയമാണ്. നമുക്കുള്ളതായിരിക്കുന്ന ഭാഗ്യം കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ മരണ നിമിത്തം അവൻ താൻ യാഗങ്ങൾക്ക് ഒരു അറുതി വരുത്തിയത് നിമിത്തം നമുക്ക് ഉണ്ടായതായിരിക്കുന്ന ഈവൻ ധനപരമായിരിക്കുന്ന ലാഭം പോലും ഭയങ്കര കേട്ടോ. അല്ലെങ്കിൽ ഇതൊന്ന് ആലോചിച്ച് നോക്കിയ ഓരോ തെറ്റ് ചെയ്യുമ്പോഴും പോയി ആടിനെയൊക്കെ അർപ്പിക്കണം എന്ന് വെച്ചാൽ എന്തുമാത്രം നമ്മളെ കൊണ്ട് എത്ര പേരെ കൊണ്ട് സാധിക്കും എന്ന് തന്നെ എനിക്കറിയത്തില്ല. അത് വാസ്തവത്തിൽ ദൈവം കർത്താവ് നമ്മോട് കാണിച്ചതായിരിക്കുന്ന ഏറ്റവും വലിയ ഒരു കരുണയാണ് എന്ന് ഞാൻ വിചാരിക്കുക. പറഞ്ഞാട്ടെ. ആ ആ ചോദിക്കുന്ന അതെ. ആ അല്ല, അത് വിനയ പറഞ്ഞ പോയിന്റ് ശരിയാണ്. എന്ത് വെച്ചാല് ഇപ്പം മറ്റുള്ളവർ ചെയ്ത പാപത്തെ ഓർത്തിട്ട് ഞാൻ ക്ഷമ ചോദിച്ചാൽ എങ്ങനെയാ ശരിയാവുന്നത് എന്നൊരു ചോദ്യമുണ്ട്. പക്ഷേ എനിക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താ? എനിക്ക് ചെയ്യാൻ കഴിയുന്നത്, ഉദാഹരണത്തിന് ഇപ്പോ നമ്മൾ സഭയായിട്ട് ഇങ്ങനെ ഒരുമിച്ച് കൂടുക. അപ്പൊ ഞാന് സഭയ്ക്ക് വേണ്ടി സഭയില് പ്രാർത്ഥിക്കുക. ഇപ്പൊ പ്രാർത്ഥിക്കുമ്പോ ഞാൻ കർത്താവെ ഈ അസംബ്ലിയില് ഇന്ന കുറ്റങ്ങള് ഈ അസംബ്ലിയുടെ ഭാഗത്തുണ്ട്, നമ്മുടെ അസംബ്ലിയിൽ ഇന്ന കാര്യങ്ങൾ എന്റെ ചിന്താഗതിയിലുണ്ട്, അതുകൊണ്ട് ആണ് നീ ഇത് തന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു, അത് ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പറയുക എന്ന് പറയുന്നത് എന്റെ ഒരു ചുമതല. ഞാൻ പ്രാർത്ഥിക്കാൻ ഇരിക്കുന്നതിന് മുമ്പ് നമ്മൾ അതുകൊണ്ട് ദൈവം ക്ഷമിക്കുമോ എന്ന് ചോദിച്ചാൽ ഞാൻ വിചാരിക്കും ദൈവം ക്ഷമിക്കും എന്ന് തന്നെയാണ്. ദൈവം എന്നോട് നമ്മുടെ ഭാഗത്തുള്ളതായിരിക്കും കുറവുകൾ. നമ്മൾ ഓരോരുത്തരും ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ സമൂഹത്തിനായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ സഭയ്ക്കായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ സഭയുടെ കുറവുകൾ നമ്മൾ ഏറ്റു പറയാനായിട്ടുള്ളതായിരിക്കുന്ന ആ മനോബോധം നമുക്ക് ഉണ്ടാവേണ്ടത് വളരെ ആവശ്യമാണ്. അത് നമ്മുടെ ചുമതലയാ. വാസ്തവത്തിൽ നമ്മുടെ ചുമതലയാ, നമ്മുടെ എല്ലാവരുടെയും ചുമതലയാ. കർത്താവെ, നമ്മളിവിടെ ഒരു സഹോദരൻ, ഞാൻ പേര് പറയുന്നില്ല, നമ്മുടെ ഇടയിലുള്ള സഹോദരൻ, കർത്താവെ എന്റെ കുറവുകൾ അതിന് മുഖാന്തരമാകുന്നത് സാധാരണ പ്രാർത്ഥിക്കുന്ന ഒരാൾ. നിങ്ങൾ അടുത്ത പ്രാവശ്യം പ്രാർത്ഥന കേൾക്കുമ്പോൾ പറഞ്ഞ് ശ്രദ്ധിച്ചാൽ മതി, താൻ പ്രാർത്ഥിക്കും. അത് വളരെ കറക്റ്റാ കേട്ടോ. താൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും പറയും, കർത്താവെ എന്റെ കുറവുകൾ, നമ്മുടെ ഇടയിലുള്ള സഹോദരനാണ്, കർത്താവെ എന്റെ കുറവുകൾ അദ്ദേഹത്തിന് ഒരു പ്രശ്നമായിട്ട് വരരുത് എന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ സഭയില്. അപ്പോ അത് വളരെ കറക്റ്റാ. അത് വാസ്തവത്തിൽ നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കേണ്ടതാണ്. ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ സഭയായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ സഭയുടെ കുറവുകൾ നമുക്കെല്ലാവരെയും തിരുത്താൻ ഒക്കുമോ? ഞാൻ വിചാരിച്ചാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ വ്യതിയാനം വരുത്താൻ എനിക്ക് സാധിക്കത്തില്ല. പക്ഷെ എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. നമ്മുടെ കുറവുകളെ ദൈവസന്നിധിയിൽ സഭയുടെ കുറവുകളെ ഏറ്റുപറയാനുള്ള ചുമതല നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ്.
എന്നാൽ സ്ഥാനത്ത് ഇരിക്കുന്നവർക്ക് മാത്രമല്ല, ഞാൻ സഭയെ റെപ്രസെന്റ് ചെയ്ത് എന്ന് പറയുന്നത് ശരിയല്ല. കാര്യം നമ്മളെല്ലാവരും രാജകീയ പുരോഹിത വർഗമാണ്. നമുക്ക് ആർക്കും എൽഡേഴ്സിനായാലും ഡീക്കൻസിനായാലും ഒരു പ്രത്യേക റെപ്രസെന്റേഷൻ ദൈവത്തിന്റെ സന്നിധിയിലില്ല. നമ്മൾ ഇവിടെ ചെയ്യുന്ന ശുശ്രൂഷകൾ നമ്മളെ ദൈവം ഓരോ ചുമതലകൾ ഏൽപ്പിച്ചിരിക്കുന്നു, നമ്മൾ ചെയ്യുന്നു എന്നല്ലാതെ ദൈവസന്നിധിയിൽ ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാരും എല്ലാം രാജകീയ പുരോഹിത വർഗമാണ്. സഹോദരിമാരും തന്നെ പുരോഹിത വർഗത്തിൽപ്പെട്ടതാണ്. നമുക്കെല്ലാവരും ഒരുപോലെ ഉള്ളൂ, വ്യത്യാസമൊന്നുമില്ല. സഭയുടെ നേതൃത്വം ആയതുകൊണ്ട് നേതൃത്വം വളരെ സൂക്ഷിക്കണം. വാസ്തവത്തിൽ നേതൃത്വത്തിന് ചുമതലയുണ്ടെന്ന് വെച്ചാൽ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയാൻ ഒക്കത്തില്ല. കാര്യം നേതൃത്വത്തിന് ചുമതലയുണ്ട്, മറ്റുള്ളവർക്കും ചുമതലയുണ്ട്. ആർക്കും ചുമതല കുറവുമില്ല കൂടുതലുമില്ല. വാസ്തവത്തിൽ എല്ലാവരും ചെയ്യാൻ ചുമതലയാണ്. നമ്മുടെ കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയണം. നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സഭയുടെ കുറവുകൾ, നമ്മൾ ഉൾപ്പെടുന്ന സമൂഹത്തിന്റെ കുറവുകൾ, നമ്മുടെ കുടുംബത്തിന്റെ കുറവുകൾ, നമ്മൾ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ ഞങ്ങളുടെ വീട്ടിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഞങ്ങളോട് ക്ഷമിക്കണം, നമ്മുടെ വീടിന്റെ കുറവുകൾ, നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ, ഇതെല്ലാം ദൈവസന്നിധിയിൽ ഏറ്റുപറയാനുള്ള ചുമതലയുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ദൈവവുമായിട്ട് ഇടപെടുമ്പോൾ നമ്മൾ എല്ലാവരും രാജകീയ പുരോഹിത വർഗമാണ്. നമുക്ക് ആർക്കും സ്പെഷ്യൽ പ്രിവിലേജ് ആ വിഷയത്തിൽ ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഇല്ല. ചുമതലകളുണ്ട്, ഓഫീസസ് ഉണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ധാരാളമുണ്ട്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കുന്ന റോള് കൊടുത്തിട്ടുണ്ട്. അത് എൽഡേഴ്സിന് മാത്രമല്ല, സുവിശേഷകൻ ഉണ്ട്, അതുപോലെ ഉപദേഷ്ടാവുണ്ട്, സഭകളിൽ ഉപദേഷ്ടാവുണ്ട്, വചനം പഠിപ്പിക്കുന്നവർക്ക് ഉണ്ട്. അവരെ ദൈവം അപ്പോയിന്റ് ചെയ്തതാണ്. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ ദൈവം അവരെ അപ്പോയിന്റ് ചെയ്തതാണ്. അതുകൊണ്ട് അതനുസരിച്ച് അവരുടെ ചുമതല നിർവഹിക്കാനുള്ളതായിരിക്കുന്ന റെസ്പോൺസിബിലിറ്റി അവർക്കുണ്ട്. സഭ അപ്പോയിന്റ് ചെയ്തിലും ദൈവം അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് ആ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അത് ചെയ്യണം, അത് വസ്തുത. പക്ഷേ അതാണോ അത് സഭ എഴുന്നേറ്റ് നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സഭയുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമുക്ക് മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ദൈവത്തോട് ക്ഷമ ചോദിക്കണം. അത് അവരുടെ മനോഗതം പോലെ ചെയ്യണമെന്ന് ഞാൻ പറയത്തുള്ളൂ. സഭയെ പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മുടെ ഭാഗത്ത് ഒരു തെറ്റ് നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തിൽ ദൈവസന്നിധിയിൽ ക്ഷമ ചോദിക്കാനുള്ളതായിരിക്കുന്ന ചുമതലയുണ്ട്. ഞാൻ ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ. ഒരു VBSന് ദുബായ് VBSന് UK നിന്ന് സഹോദരന്മാർ വന്ന് അവരാണ് VBS കണ്ടക്ട് ചെയ്യുന്നത്. ഇംഗ്ലണ്ടിൽ നിന്ന് ആൾക്കാർ വന്ന് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ഒരു സഹോദരൻ അവിടെ വന്നു, അദ്ദേഹം പാട്ടുകാരനാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് പാട്ട് പാടാനായിട്ട് അനുവാദം കൊടുത്തു. പാട്ടുപാടാൻ അനുവാദം കൊടുത്തു കഴിഞ്ഞിട്ട് ആ ആള് പാടിയത് വാസ്തവത്തിൽ റോക്ക് മ്യൂസിക് ടൈപ്പ് ഒരു പാട്ടായിരുന്നു. ഒറിജിനൽ റോക്ക് മ്യൂസിക് പോലത്തെ ഒരു പാട്ട്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ദുബായിലുള്ള ആൾക്കാർക്ക് റോക്ക് മ്യൂസിക്കാ കേട്ടത്. അത് കഴിഞ്ഞിരുന്നപ്പോ തന്നെ ആ UK നിന്ന് ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന സഹോദരൻ എഴുന്നേറ്റ് ഐ ആം സോറി എന്ന് പറഞ്ഞു. കോമൺ ആയിട്ട് അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ടാ പറഞ്ഞേ. നമ്മളിങ്ങനെ ഈ പാട്ട് UK നിന്ന് വന്ന സഹോദരനാണ്. അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയുള്ള ഗാനങ്ങൾ നമ്മൾ പാടത്തില്ല, ഐ ആം സോറി അബൌട്ട് ഇറ്റ് എന്ന് പറഞ്ഞു. താൻ സഭയിലാ പറഞ്ഞത്. ആ ഗ്രൂപ്പിലാ ഒരുപാട് വലിയ ഒരു ഗ്രൂപ്പാ. എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല. വളരെ ഒരുപാട് കുഞ്ഞുങ്ങളുള്ള ആ VBSന് ദുബായിയുടെ മുഴുവൻ VBS ഒരുമിച്ചാണല്ലോ. എത്ര കുട്ടികൾ കാണും? 500-1000 ഒക്കെ കാണുമെന്ന് എനിക്കറിയത്തില്ല. കാണുമായിരിക്കും. ഒരുപാട് കുഞ്ഞുങ്ങളുള്ള ഒരു VBSല് ആ സഹോദരൻ എഴുന്നേറ്റ് നിന്ന്, ആ ബ്രിട്ടീഷ് സഹോദരൻ എഴുന്നേറ്റ് നിന്ന് സോറി പറഞ്ഞു. അപ്പൊ ദൈവസന്നിധിയിൽ നമ്മൾ വന്നിട്ട് എന്തിനായി മസിൽ പിടിക്കുന്നതെന്ന് ഞാൻ ചോദിക്കുന്നത്. മറ്റുള്ളവർക്ക് നമ്മൾ അവർക്ക് ദുഃഖം വരുന്ന കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല, പക്ഷെ മസിൽ പിടിക്കേണ്ട ആവശ്യമില്ല. കുറവുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ അത് ഏറ്റുപറയുക തന്നെ ചെയ്യണം എന്നുള്ളതാണ് വസ്തുത. മറ്റുള്ളവരുടെ കുറവുകളെ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതല്ലല്ലോ. ദൈവത്തോട് പറയുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ നമ്മുടെ തെറ്റുകളെ നമ്മൾ ദൈവസന്നിധിയിൽ പറയാനുള്ളതായിരിക്കണം ആവശ്യമുണ്ട്. നമ്മുടെ സമയം വളരെയധികം കടന്നുപോയി. അതുകൊണ്ട് ഇനി 21-23 വാക്യങ്ങളിൽ അവിടെ ഒരു പ്രത്യേക കാര്യമുണ്ട്. 21-23 വാക്യങ്ങളിൽ 9-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ ആദിയിങ്കൽ ഞാൻ അത്യന്തം ക്ഷീണിച്ചിരുന്ന സമയം ദർശനത്തിൽ കണ്ട ഗബ്രിയേൽ എന്ന പുരുഷൻ ഏകദേശം സന്ധ്യായാകുന്ന നേരത്ത് എന്നോട് അടുത്തു വന്നു. 23-ാം വാക്യം ശ്രദ്ധിക്കുക. 23-ാം വാക്യത്തിൽ നീ ഏറ്റവും പ്രിയനാകിയാൽ നിന്റെ യാചനകളുടെ ആരംഭത്തിങ്കൽ തന്നെ കൽപ്പന പുറപ്പെട്ടു, നിന്നോട് അറിയിപ്പാൻ ഞാൻ വന്നുമിരിക്കുന്നു. അപ്പൊ ഒരു കാര്യം ഇവിടെ ദാനിയേലിനോട് പറയാം. നിന്റെ പ്രാർത്ഥനയുടെ അവസാനം കർത്താവായ ദൈവം, യഹോവയായ ദൈവം
ഈ പ്രാർത്ഥന ആദ്യം തൊട്ട് അവസാനം വരെ കേട്ടിട്ട്, നമ്മളൊക്കെ അങ്ങനെയല്ലേ, ഒരാൾ പറയുകയാണെങ്കിൽ അത് ആ സെന്റൻസ് തീരുന്നവരെ കേൾക്കും, എന്താ ഇദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത് കേൾക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ നമ്മുടെ ഒപ്പീനിയൻ ഫോം ചെയ്യുന്ന ആൻസർ കൊടുക്കുന്നത്. അങ്ങനെയില്ലയോ? അല്ലാതെ ആള് പറയുന്നതിന് മുമ്പ് നമ്മൾ ആൻസർ കൊടുക്കത്തില്ല. പക്ഷെ ദൈവത്തിന് നമ്മുടെ പ്രാർത്ഥന മുഴുവൻ കേട്ടിട്ട് വേണോ ആൻസർ തരാൻ? വേണോ? ഒരിക്കലും ആവശ്യമില്ല. ഇവിടെ എന്താ പറയുന്നേ? എവിടെ എന്താ പറയുന്നേ? 21 വാക്യത്തിൽ ആരംഭത്തിങ്കിൽ തന്നെ, അത് വളരെ പ്രധാനം കേട്ടോ. നമ്മുടെ പ്രാർത്ഥനയുടെ വലിയ വാചാലമായിരിക്കുന്ന, വലിയ ദീർഘമായിരിക്കുന്ന പ്രാർത്ഥന, അതൊന്നും അല്ല വിഷയം. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഒരുക്കി, നമ്മെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തി, ദൈവത്തോട് നമ്മുടെ തെറ്റുകളെ ഏറ്റുപറഞ്ഞ്, നമ്മൾ കാര്യത്തെ കൃത്യമായി ദൈവസന്നിധിയിൽ നമ്മുടെ ആവശ്യങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് പ്രധാനം. അല്ലാതെ നമ്മള് എത്ര ദീർഘമായിരിക്കുന്ന പ്രാർത്ഥിച്ചു എന്നുള്ളതൊന്നും തീർച്ചയായിട്ടും വിഷയമല്ല. ഇവിടെ 21 വാക്യത്തിൽ നീ ഏറ്റവും പ്രിയനാകിയാൽ എന്നൊരു പദപ്രയോഗമുണ്ട്, കണ്ടില്ലേ? 21 വാക്യത്തിൽ നീ ഏറ്റവും പ്രിയനാകിയാൽ നിന്റെ യാചനയുടെ ആരംഭത്തിങ്കിൽ തന്നെ. ഇത് വളരെ പ്രധാനമാണ് കേട്ടോ. അത് വളരെ പ്രധാനമാണ്. ഈ നമ്മുടെ വിചാരം, നമ്മൾ പ്രാർത്ഥിക്കുമ്പം, എല്ലാവരും പ്രാർത്ഥിക്കുമ്പം പ്രാർത്ഥനയുടെ ആരംഭത്തിൽ തന്നെ ദൈവം തമ്പുരാൻ അതിന് ഉത്തരം തരും എന്ന് നമ്മൾ വിചാരിക്കും. ഇവിടെ പക്ഷെ ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. കണ്ടീഷൻ എന്താ? നീ ഏറ്റവും പ്രിയനാകയാൽ. വാസ്തവത്തിൽ നമ്മൾ ദൈവവചനം പരിശോധിച്ച് നോക്കിയാൽ, ദൈവവചനത്തിൽ വാസ്തവത്തിൽ എല്ലാ ബ്ലെസ്സിങ്സും എക്സെപ്റ്റ് സ്വർഗത്തിൽ പോകും എന്ന് പറഞ്ഞ ബ്ലെസ്സിങ്, അത് നമ്മൾ രക്ഷിക്കപ്പെട്ടാൽ മതി, സ്വർഗത്തിൽ പോകും. ബാക്കിയുള്ള എല്ലാ ബ്ലെസ്സിങ്ങിനും ഒരു കണ്ടീഷൻ ഉണ്ടാവും. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയോ? ദർ ഇസ് എ കണ്ടീഷൻ. അതിൽ ഏറ്റവും പ്രധാനം ഞാൻ ഇവിടെ റോമാലേഖനം 8-28 വാക്യം, നമ്മൾ അതാണല്ലോ ഓർത്തുകൊണ്ടിരിക്കുന്നത്. അവിടെ എന്താ എഴുതിയേക്കുന്നത്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ ദൈവസകലവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കണം. അപ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും എല്ലാ ദൈവമക്കളും ദൈവത്തെ സ്നേഹിക്കുന്നവരാണ് എന്ന് നമുക്ക് അങ്ങ് ഔട്ട്റൈറ്റ് ആയിട്ട് പറയാൻ കഴിയുമോ? എല്ലാ മക്കളും അപ്പനെയും അമ്മയും സ്നേഹിക്കുന്നവരാണോ? എല്ലാ അപ്പനും അമ്മയും മക്കളെ എല്ലാവരും ഒരുപോലാണോ സ്നേഹിക്കുന്നത്? അറിയത്തില്ല. ആണെന്ന് നമ്മൾ വിചാരിച്ചാലും എനിക്ക് തോന്നുന്ന വ്യത്യാസം ഉണ്ടെന്നാണ് തോന്നുന്നത്. എനിക്കറിഞ്ഞുകൂടാ, കൃത്യമായിട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മക്കൾ പലരുണ്ടെങ്കിൽ വ്യത്യാസം ഉണ്ടാവും. മക്കൾ ഇങ്ങോട്ട് സ്നേഹിക്കുന്ന വ്യത്യാസമുണ്ട്. അപ്പം എല്ലാ ദൈവമക്കളും കൊരിന്ത്യ സഭയിലെ ജഡികന്മാരായിരിക്കുന്ന ജഡികന്മാരായ വിശ്വാസികളുണ്ടായിരുന്നു. അപ്പൊ എല്ലാ ദൈവമക്കളും ഒരുപോലെയാണ് ദൈവത്തെ സ്നേഹിക്കുന്നത് എന്ന് പറയാനായിട്ട് സാധിക്കത്തില്ല. ദൈവം നമുക്ക് സകലവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കണമെങ്കിൽ എല്ലാവരും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ, അത് സംശയമില്ല. പക്ഷെ എല്ലാവരും ദൈവത്തെ അതുപോലെ സ്നേഹിക്കണം. അപ്പൊ നമുക്ക് കണ്ടീഷൻ ഉണ്ട് എന്നാ ഞാൻ പറയുന്നത്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്, ജീവിതത്തിലെ പ്രവൃത്തി എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തില് അത് വാസ്തവത്തിൽ വളരെ പ്രധാനമാണ്. രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് ഒരു ഫാക്ടറാണ്, അത് വസ്തുതയാണ്. അതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ ബാക്കി എല്ലാ കാര്യങ്ങളും, സ്വർഗത്തിൽ ചെന്നാലും നമുക്ക് കിട്ടുന്ന പ്രതിഫലം, എല്ലാം നമ്മുടെ ജീവിതത്തെ ആകമാനം അതുമായിട്ട് ബന്ധിച്ചാണ് ഇരിക്കുന്നത്. അതാ ഇവിടെ നമ്മൾ കാണുന്നത്, നീ ഏറ്റവും പ്രിയനാകിയാൽ നിന്റെ പ്രാർത്ഥനയുടെ ആരംഭത്തിൽ തന്നെ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ എല്ലാം പ്രാർത്ഥന ദൈവസന്നിധിയിൽ സുഗ്രാഹ്യമായിട്ട് അത് വരണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഒരുക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങളുടെ മാത്രം പറഞ്ഞ് നമുക്ക് ഇന്നത്തെ സമയം കഴിഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഇവിടെ നമ്മൾ ഈ വാക്യത്തിൽ വാസ്തവത്തിൽ ഗബ്രിയേൽ ദാനിയേലിനെ അറിയിക്കാൻ പോകുന്ന വസ്തുവിടെ പ്രാധാന്യത നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, ഇത് ഗബ്രിയേലിനോട് ഒരാള് കൽപ്പന കൊടുത്തതാ, ദൈവം തന്നെ കൽപ്പന കൊടുത്ത. അപ്പൊ ദൈവം തന്നെ ഗബ്രിയേലിനെ പറഞ്ഞു വിട്ടതാ. ഗബ്രിയേൽ പോലത്തെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന ശ്രേഷ്ഠ ദൂതനെ തന്നെ ഈ ചുമതല ഏൽപ്പിച്ച് ദൈവം വിടുകയാണ്, അല്ലേ? അതുപോലെ തന്നെ പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ദൈവം ആ വിഷയത്തിൽ ഇടപെട്ടു. അപ്പൊ ദൈവത്തിന്റെ അത് നമ്മൾ പഠിക്കാൻ പോകുന്നതായിരിക്കും 9-ാം അധ്യായത്തിലെ ഇനി 24-ാം വാക്യം മുതൽ പഠിക്കാൻ പോകുന്ന വിഷയത്തിന്റെ പ്രാധാന്യത നമുക്ക് ഈ ഭാഗത്ത് നിന്ന് കാണാനായിട്ട് കഴിയും. ഇനി ദാനിയേൽ പ്രാർത്ഥിച്ചത് വാസ്തവത്തിൽ 70 വർഷത്തിന് ശേഷം ബാബിലോണിൽ നിന്നുള്ള വിടുതലിന് വേണ്ടിയാ പ്രാർത്ഥിച്ചല്ലേ? അതാണ് യെരമ്യാ പ്രവചനത്തിൽ നിന്ന് ദാനിയേൽ കണ്ടത്. പക്ഷെ ദൈവം എന്ത് ചെയ്തു? ദൈവം അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. വാസ്തവത്തിൽ ദൈവം ഒന്നും പറഞ്ഞില്ല. 70 വർഷം കഴിഞ്ഞിട്ട് നീ വിടത്തില്ലെന്നും പറഞ്ഞില്ല. കാര്യം അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ യെരമ്യാ പ്രവചനത്തിൽ. ദൈവം എന്ത് ചെയ്തു? ഒരു ദീർഘമായിരിക്കുന്ന കാലഘട്ടം എവിടം വരെ ഉണ്ടെന്ന് ചോദിച്ചാൽ പീഡനകാലം വരെയുള്ളതായിരിക്കുന്ന കാലഘട്ടം, മഹത്വ പ്രത്യക്ഷ വരെയുള്ളതായിരിക്കുന്ന ദീർഘമായിരിക്കുന്ന ഒരു കാലഘട്ടം ദൈവം വാസ്തവത്തിൽ
തനിക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാനായിട്ട് ഇടയായി. ഇനി നമുക്ക് വാസ്തവം ഇന്ന് നിർത്താം. അടുത്ത ആഴ്ച ദൈവം അനുവദിച്ചാൽ അവസാനത്തെ 4 വാക്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് ശ്രമിക്കാം. അടുത്ത ആഴ്ച നമ്മൾ അല്പം കൂടെ സ്പീഡിൽ നമുക്ക് ആ കാര്യങ്ങൾ പഠിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഇന്ന് നമ്മൾ പഠിച്ച വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവാത്മാവ് നമുക്ക് ദൈവവചനത്തിൽ നൽകിയിട്ടുണ്ട്. പക്ഷേ അത് നമ്മൾ സ്വായത്തമാക്കണമെങ്കിൽ, നമുക്ക് അത് ലഭിക്കണമെങ്കിൽ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തണം. നമ്മുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയണം. നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങളെ കുറിച്ച് നമ്മൾ തന്നെ ഒന്ന് താതാത്മ്യപ്പെടണം. വാസ്തവത്തിൽ ആ കാര്യത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ഒരു ഭാരമുണ്ടാകണം. ഹൃദയങ്ങളെ പരിശോധിക്കുന്ന ദൈവം അത് നമ്മുടെ ഹൃദയത്തിൽ ഭാരമായിട്ട് തോന്നുന്നില്ലെങ്കിൽ അത് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുമോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. നമ്മെ തന്നെ അങ്ങനെ ഒരുക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ ക്രിസ്ത്യ ജീവിതം നയിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ വലിയൊരു നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. നിത്യനാം ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ തിരുനാമം വാഴ്ത്തി അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ വീണ്ടും നന്ദിയോടെ വണങ്ങുന്ന കർത്താവേ, അവിടുന്ന് മഹോന്നതനും മഹത്വപൂർണനും സർവ